ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനങ്ങൾ 121 അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകൾക്കകത്തും നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, കഥാവേ എന്റെ ജീവിതത്തിനകത്ത് ഈ പ്രതിസന്ധികൾ, ഈ പ്രതികൂലങ്ങൾ, ആമേൻ, ഞാൻ വല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന ഈ അവസ്ഥയ്ക്കകത്തുനിന്ന് എന്നെ സഹായിപ്പാൻ എനിക്ക് വേണ്ടി ആരെങ്കിലും വരുമോ? തളർന്നു പോകുന്ന അതേ വേളകൾക്കകത്ത് ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഈ ദിവസങ്ങളിൽ ആമേൻ, നമ്മൾ തളർന്നു പോകുന്ന മരുഭൂമിയുടെ വേളകളിലൂടെ, മരുഭൂമി പോലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ഹാഗാറിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം കൈവിട്ടപ്പോ, തന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോ, അപ്പക്കഷ്ണങ്ങൾ തീർന്നു പോയപ്പോ, തനിക്ക് നോക്കാൻ ഈ ലോകത്തിൽ ഒരു ആശ്രയമില്ലാതിരിക്കെ താൻ നിലവിളിക്കുകയാണ്. മരിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിലവിളിക്കുന്ന സമയത്ത് വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടിട്ട് ഇറങ്ങി വരികയാണ്. സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന ആ മരുഭൂമിക്കകത്തേക്ക് ഹാഗാറിനെ തേടി, തന്റെ കുഞ്ഞിനെ തേടി, കരയുന്ന ഒരമ്മയെയും മകനെയും തേടി സ്വർഗം ഇറങ്ങി വരികയാണ്. ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് സഹായിപ്പാൻ ആരുമില്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, സഹായിപ്പാൻ ശക്തിയുള്ള ഒരുവൻ, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ ദൈവം വിശ്വസ്തനായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തകരം നിങ്ങളുടെ സകല മേഖലകൾക്കകത്തും നിങ്ങളുടെ സഹായത്തിനായി ദൈവം നീട്ടുകയാണ്. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ. ആമേൻ.